സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം ഭാഗത്ത് മുടവൂർ പാറയിൽ നിന്ന് വഴിമുക്ക് വരെ നീണ്ടു നിന്ന ബ്ലോക്കാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അവരുടെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും വെച്ച് നടത്തിയ പ്രചരണമാണ്, ജാഥയാണ്. എന്ത് ചെയ്യാനാണ് ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ട് നിങ്ങൾ വോട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിൻ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? റോഡിൽ ടാക്സ് അടച്ച് വാഹനങ്ങൾ ഓടുകയാണ്. ആ വാഹനം ഓടാനുള്ള സ്ഥലം നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങൾ ഈ റോഡ് വിട്ടിട്ട് നിങ്ങൾ സ്ഥാപനങ്ങളിലോ വീടുകളിലോ കയറി വോട്ട് ചോദിക്കുക. നിങ്ങൾ ക്യാമ്പയിൻ നടത്തണോ? നിങ്ങൾ വണ്ടിയിൽ അനൗൺസ്മെൻറ്റ് നടത്തിക്കോ? റോഡ് ബ്ലോക്ക് ചെയ്ത് ജാഥ കൂട്ടി നിങ്ങൾ റോഡ് ഉപരോധിച്ച് ആംബുലൻസിന് പോലും ചലിക്കാൻ പോലും പറ്റാതെ 15-20 മിനിറ്റോളം ആംബുലൻസ് അവിടെ വെയിറ്റ് ചെയ്യണം. എന്ത് കഷ്ടമാണ്! ഒരു എമർജൻസി വന്നിട്ട് ആ എമർജൻസി പേഷ്യൻറ്റിനെ എത്തിക്കാൻ അവർക്ക് പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ കിടക്കുകയാണ്. ഇതിന് ഒരു തട നിങ്ങൾ ഇടണം. ഏത് ജയിക്കുന്ന പാർട്ടി ആരായാലും നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്കാർക്ക് ഈ അവസ്ഥ വരുന്നത്. നിങ്ങൾ 3 പാർട്ടിയോ 4 പാർട്ടിയോ 5 പാർട്ടിയോ ഈ നാട്ടിൽ ഏതൊക്കെ പാർട്ടികളുണ്ടോ അവരെല്ലാം ചേർന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനൊരു തടയിടണം. നിങ്ങൾ ഇലക്ഷൻ റോഡ് ബ്ലോക്ക് ചെയ്ത് ഉപരോധിച്ച് നിങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിനോ മറ്റു കാര്യങ്ങളോ നടത്തില്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒന്നടങ്കം തീരുമാനിച്ചിട്ട് ഇതിനൊരു തടയിടുക. നിങ്ങൾക്ക് എന്ത് നേടാനാണ്? നാളെ ഇലക്ഷനാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇലക്ഷനാണ്. നാളത്തെ ഇലക്ഷന് നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ പെട്രോളും അടിച്ച് നമ്മുടെ സമയം ചെലവഴിച്ച് നമ്മുടെ ആരോഗ്യം കളഞ്ഞ് നിങ്ങൾക്ക് വോട്ടിടാൻ പറഞ്ഞതാണ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസിനെങ്കിലും ചലിക്കാനുള്ള ഒരു സ്ഥലമെങ്കിലും നിങ്ങൾ വിട്ടുകൊടുക്കുക.